വിശ്വാസ സമൂഹത്തിന് വന്ദനം. ഇരുളിലും മരണനെല്ലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്റെ ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ആ ഉദയത്തിന്റെ പ്രകാശത്തിങ്കൽ ദർശനവും ശക്തിയും പുതുക്കി വികലമായിരിക്കുന്ന മാനവികതയിൽ നിന്ന് ധന്യമായിരിക്കുന്ന മാനവികതയിലേക്ക് ദൈവം തന്റെ സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മാനവികതയിലേക്ക് മടങ്ങുവാനായുള്ള പ്രകാശം നമുക്ക് ദർശിക്കാം. കർത്താവിന്റെ ആഗമനം ചരിത്രത്തിലുണ്ടായ ദൈവിക ഇടപെടൽ ആകുന്നു എന്ന സംഭവങ്ങൾ നമ്മെ അനുസ്മരിപ്പിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. കാലത്തിന്റെ തികവെങ്കിൽ ദൈവം പ്രവാചകന്മാരോട് ഭാഗം ഭാഗമായി അടിച്ചത് നിമിത്തിയാകുമാർ. ഇതാ ഉദയസൂര്യൻ ഉദിച്ചു. ആ പ്രകാശത്തിങ്കൽ നമുക്ക് നമ്മളെ തന്നെ കാണാം. നമ്മൾ ആരാകുന്നു, നമ്മളെന്താകുന്നു, നമ്മൾ എവിടെയാകുന്നു, എവിടെ ആയിരിക്കേണ്ടതാകുന്നു എന്ന് വിദ്വാൻമാർക്ക് നൽകിയ ദർശനത്തിലൂടെ വ്യക്തമാക്കി. വളരുവാനും ജീവൻ നിലനിർത്തുവാനും കഴിവില്ലാത്ത ബലഹീനമായ ഒരു ശിശു, സൃഷ്ടിയിൽ ഏറ്റവും ബലഹീനമായ സൃഷ്ടി. പുറമേ നിന്നുള്ളതായ സഹായമില്ലെങ്കിൽ അത് സാധ്യമല്ല. അതിനാൽ ശീലകൾ ചുറ്റിക്കിടത്തപ്പെട്ടിരിക്കുന്നു. അത് ദൈവകൃപയിൽ നാം പുതിയപ്പെട്ടിരിക്കുന്നു. എന്നാൽ കിടത്തുവാൻ സ്ഥലമില്ല. മൃഗീയമായ അന്തരീക്ഷത്തിൽ ആനിമിസ്റ്റിക് എൻവയൺമെന്റ് അവൻ കിടത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ അത് ഇന്നത്തെ നമ്മുടെ അവസ്ഥ. എന്നാൽ നാം ഇവിടെ ആയിരിക്കേണ്ടവരാകുന്നു, ഗൃഹാന്തരീക്ഷത്തിൽ വളരേണ്ടവരാകുന്നു. ആകയാൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ അവൻ ഗൃഹാന്തരീക്ഷത്തിലേക്ക് മാറ്റപ്പെട്ടു, വളർന്നു വരുന്നു. അങ്ങനെ ഗൃഹാന്തരീക്ഷത്തിൽ മാനവികതയുടെ പൂർണ്ണതയിൽ വളർന്നു വരുന്ന പൈതലിനെ വിദ്വാൻമാർ ആഗതരായി അവരുടെ ആദരവുകൾ അർപ്പിച്ചു. ഇതത്ര ജനനപ്പെരുന്നാളിന്റെ മഹത്വം. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നതാകുന്നു നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ ജന്മം. പരിശുദ്ധ പൗലോസ് പറയുന്നു, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ട് അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തന്ന കൃപ ഓർത്തുകൊള്ളുക. അത് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ പറയുന്നു, തന്നെ രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അഭയാചന കഴിക്കുകയും ഭയഭക്തി നേരത്ത് ഉത്തരം കണ്ടെത്തുകയും ചെയ്തു. പുത്രനെങ്കിലും താൻ അനുഭവിച്ചതായ കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു തികഞ്ഞവനായി അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണബോധനായി തീർന്നു. അതേ രക്ഷയുടെ മാർഗം ദൈവഹിതത്തിനുള്ള പരിപൂർണമായ അനുസരണം ഒന്ന് മാത്രം. വിശ്വാസ സമൂഹത്തിന് സൗഭാഗ്യകരമായ ഒരു പുതുവർഷവും സന്തോഷകരമായ ഒരു ജനന പെരുന്നാളിന്റെ ആചരണവും നേർന്നുകൊള്ളുന്നു.